എല്ലാവർക്കും സാദര നമസ്കാരം. നമ്മുടെ ഇത്തവണത്തെ ഗീതാ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലാസ്സിൻ്റെ പേര് സ്ഥിതപ്രജ്ഞൻ എന്നാണ്. ഉറച്ച ബുദ്ധിയുള്ളവൻ, യാതൊന്നിലും ഇളകാത്ത ബുദ്ധിയുള്ളവൻ എന്നാണ് സ്ഥിതപ്രജ്ഞൻ എന്ന വാക്കിൻ്റെ അർത്ഥം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് സാഖ്യയോഗത്തിലെ 66, 67, 68 തുടങ്ങിയ ശ്ലോകങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അത് കർമ്മേന്ദ്രിയങ്ങളായിക്കോട്ടെ, ജ്ഞാനേന്ദ്രിയങ്ങളായിക്കോട്ടെ. ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി, ത്വക്ക് മുതലായവയും. കർമ്മേന്ദ്രിയങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഇന്ദ്രിയങ്ങളുമാണ്. ഇവ വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ ആ രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന അപകടങ്ങൾ, ജീവിതത്തിലുണ്ടാകാവുന്ന ദോഷങ്ങൾ വളരെ വലുതാണ്. ഗീതയിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ തല്ലി ഓടിച്ച് കളയുക എന്നല്ല പറയുന്നത്, നിയന്ത്രിക്കുക. നിയന്ത്രിച്ച് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അതിനെ വഴിതിരിച്ച് വിടുക. ഒരു സെൻസ് ഓർഗൻസ് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ 66, 67, 68 ശ്ലോകങ്ങളിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഇന്ദ്രിയങ്ങളെ പവറിനെക്കുറിച്ചും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ചുമാണ് കൃഷ്ണൻ പറയുന്നത്. അർജുനനോട് പറയുകയാണ്, നമ്മളോട് പറയുകയാണ്, നമ്മൾക്ക് ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ, ഇപ്പം നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ പല വഴിക്കാണ് പോകുന്നതെങ്കിൽ, ആ ജോലിയിലോ ആ ലക്ഷ്യത്തിലോ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, കാരണം ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, പല ചിന്തകൾ, പല കാഴ്ചകൾ, അങ്ങനെ നമ്മൾ പലതിലും മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ ജോലിയിൽ നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ല, കിട്ടാതെ വരും. അപ്പോൾ ആ ജ്ഞാനം, നമുക്കറിയാം, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ പലരും പറയാറുണ്ട്. ഏതെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ സ്കിൽഡ് ആണെന്ന് കാണിക്കുകയാണ്, നമുക്ക് അതുവഴി കുറച്ച് കഴിവുകൾ നേടി, ഒരു ജ്ഞാനം, ആ ജോലിയെക്കുറിച്ചുള്ള ജ്ഞാനം നേടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കൊരു ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾക്ക് മുഴുകാൻ പറ്റുന്നില്ല എങ്കിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാത്തത് മൂലം പറ്റുന്നില്ല എങ്കിൽ, നമുക്ക് ആ ജോലിയെ സംബന്ധിച്ചുള്ള അറിവ് വളരെ കുറവായിരിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള ഒരു കാര്യമാണിത്. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുകയും പ്രവർത്തിക്കുകയും ലക്ഷ്യത്തിനായി പോരാടുകയും ചെയ്യുന്ന ആളുകൾ, പലപ്പോഴും അവർക്ക് ആ വിഷയങ്ങളെക്കുറിച്ച് പൂർണ്ണമായ ജ്ഞാനം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവരതിൽ പൂർണ്ണമായും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ മനസ്സ് കൂടുതലും മറ്റ് പല കാര്യങ്ങളിൽ, ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്കൊരു കാര്യത്തിൽ പൂർണ്ണമായ കഴിവ് നേടണമെങ്കിൽ, ഇന്ന കാര്യത്തെക്കുറിച്ച് നമ്മളോട് ചോദിച്ചാൽ, ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾക്കൊരു ഉത്തരം പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മളുടെ മനസ്സും മറ്റ് പഞ്ചേന്ദ്രിയങ്ങളും പല വഴിക്ക് പോകുന്നതിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് ജ്ഞാനം ലഭിക്കുകയുള്ളൂ. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല എങ്കിൽ, നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇലക്ട്രിസിറ്റി വർക്കാണ് ചെയ്യുന്നതെങ്കിൽ, ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റു പല കാര്യങ്ങളിലാണ് നിങ്ങളുടെ ശ്രദ്ധയെങ്കിൽ, ആ ഇലക്ട്രിക്കൽ വർക്കിൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ ശ്രദ്ധ പലയിടത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. കോൺസെൻട്രേഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക്, മനസ്സ് പലയിടങ്ങളിലും അലഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിക്ക്, ഇന്ദ്രിയങ്ങൾ പലയിടത്തോട്ടും വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് ശാന്തി എങ്ങനെയാണ് ലഭിക്കുക? സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ, സ്വന്തം പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ശാന്തി, സമാധാനം ലഭിക്കുകയില്ല. സമാധാനം ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിന് സുഖവും ഉണ്ടാവില്ല. അപ്പോൾ കൃഷ്ണൻ നമ്മളോട് പറയുകയാണ്, അർജുനനെ ഒരു മീഡിയമാക്കിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ല എങ്കിൽ, നമ്മുടെ മനസ്സിനെ പല വഴിക്ക് പറഞ്ഞു വിടുകയാണ് എങ്കിൽ നമുക്ക് അറിവുണ്ടാവില്ല,
നമുക്ക് ശ്രദ്ധയുണ്ടാവില്ല, നമുക്ക് ശാന്തി സമാധാനം ഉണ്ടാവില്ല, നമുക്ക് സുഖവും ജീവിതത്തിൽ ഉണ്ടാവില്ല. ഈ 4 കാര്യങ്ങൾ പ്രോബ്ലമാകും. ഈ 4 കാര്യങ്ങളും ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ കണ്ണ്, മൂക്ക്, നാക്ക് മുതലായ ഇന്ദ്രിയങ്ങളെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കേണ്ടതുണ്ട്. മാസ്റ്റർ ഓഫ് ഇന്ദ്രിയങ്ങളായിരിക്കണം നമ്മൾ. കൃഷ്ണന് ഹൃഷികേശൻ എന്നൊരു പേരും കൂടെ ഉണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥത്തിൽ. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ പല വഴിക്ക് കൊണ്ടുപോകാതെ നമുക്കവയെ പിടിച്ചു നിർത്താൻ സാധിക്കണം. അതാണ് നമ്മൾ മാസ്റ്റർ ആയിരിക്കണം. തുടർന്ന് വീണ്ടും നമ്മളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും കാണും, ഒരു പുഴയിലൊരു വള്ളം, ഒരു തോണി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ ശക്തമായ കാറ്റ് ആ തോണിയെ കാറ്റിൻ്റെ ഗതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തോണിക്ക് തോണിയുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നില്ല, കാരണം ശക്തമായ കാറ്റാണ്. ഇത് 67-ാമത്തെ ശ്ലോകത്തിൽ 67-ാമത്തെ ശ്ലോകത്തിൽ ഉപയോഗിക്കുന്ന ഒരു അലങ്കാരിക പ്രയോഗമാണ് ഗീതയിൽ. അപ്പോൾ ഈ തോണിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റുന്നില്ല, ശക്തമായ കാറ്റ് അതിനെ അതിൻ്റെ വഴിക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. അതേപോലെയാണ് ശക്തരായ ഇന്ദ്രിയങ്ങൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലക്ഷ്യത്തെ, നമ്മുടെ ബുദ്ധിയെ ആ ഇന്ദ്രിയങ്ങൾ അതിൻ്റെ വഴിക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകും. അത് ഒരു വലിയ പ്രോബ്ലമായി തീരും. അപ്പോൾ ഒരു തോണിയെ കാറ്റ് വലിച്ചിഴച്ചു കൊണ്ട് പോകുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ പലതരം ചിന്തകൾ നമ്മളുടെ മനസ്സിനെയും നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ലക്ഷ്യത്തെയും തോന്നിയ പടി വലിച്ചഴിച്ചു കൊണ്ടുപോകും. ഇതേ ഒരു ഉദാഹരണം നമ്മുടെ കഠോപനിഷത്തിൽ രഥരൂപകം എന്ന ഉദാഹരണത്തിൽ ആലങ്കാരിക പ്രയോഗത്തിൽ പറയുന്നുണ്ട്. ശരീരം ഒരു രഥമാണ്. മനസ്സിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ, സെൻസ് ഓർഗൻസിനെ നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ശരീരമാകുന്ന രഥത്തിന്, അതിൽ സഞ്ചരിക്കുന്ന ആത്മാവാകുന്ന ശക്തി, യാത്രക്കാരന് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കാതെ വരും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഇവിടെ നമ്മളെല്ലാവരും ആലോചിക്കുക നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏത് വഴിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. ഓരോ തവണയും അനലൈസ് ചെയ്യുക. നിങ്ങൾ എഴുതുമ്പോഴും വായിക്കുമ്പോഴും നടക്കാൻ പോകുമ്പോഴും പച്ചക്കറി അരിയുമ്പോഴും നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾ എന്ത് ജോലി ചെയ്തു കൊള്ളട്ടെ, ആ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്ന് ആലോചിക്കുക. പോകുന്നത് റൂട്ട് മാറിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളതിനെ പിടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെ മനോഹരമാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ തോന്നിയ വഴിക്ക് പോവില്ല. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയ്ക്ക് നമ്മളെല്ലാവരും തയ്യാറായിരിക്കുക. അങ്ങനെയുള്ളൊരു ബുദ്ധിയായിരിക്കും നമുക്ക് സ്ഥിരമായിട്ട് ഉണ്ടാവുക.